السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب زدنا بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനികളായ സഹോദരിമാരെ, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. ഫതുഹുൽ മുഈന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിസ്കാരത്തിന്റെ സമയമായിരുന്നു നാം മനസ്സിലാക്കിയത്. ളുഹറിന്റെ, അസറിന്റെ, അതിൽ ഓരോന്നിന്റെ ടൈമുകളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ മഗ്‌രിബിന്റെ സമയം, അത് ഷഫഖുൽ അഹ്മറാണ്, കടുംചുവപ്പുമായ, ഇങ്ങനെ അതിന്റെ വിശദമായ ഭാഗങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കിയെടുത്തു. നമുക്കറിയാം, ളുഹർ കൊണ്ട് തുടങ്ങി എന്നിട്ട് മറ്റുള്ള സമയങ്ങൾ ഓരോന്ന് തർത്തീബായിട്ട് നമുക്ക് ഇതിൽ വിശദീകരിച്ചു തന്നു. അതിന് കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പ്രവാചകൻ ഈ ഒരു മാർഗരേഖയിലൂടെയാണ് ഇത് തുടക്കം കുറിച്ചത്. അതായത് ഇസ്രാ മിഅ്റാജൊക്കെ വന്നതിന് ശേഷമാണല്ലോ നിസ്കാരത്തിന്റെ ആ ചിട്ട ഉണ്ടാവുന്നത്. അപ്പോ പ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കഅബ ഷരീഫിന്റെ ബാബിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ ഈ അഞ്ചായ നിസ്കാരത്തിന്റെ ടൈമുകൾ പ്രവാചകൻ അങ്ങനെ മനസ്സിലാക്കി കൊടുത്തു എന്നാണ്. 2 പ്രാവശ്യം എന്നാണ്. ആദ്യ ടൈമിൽ വരും, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് പോകും, പിന്നെ അതിന്റെ അവസാന ടൈമിലും വരും. അങ്ങനെ 2, അതായത് ഒരു ദിവസം ആദ്യ ടൈമിന്, ഒരു ദിവസം അതിന്റെ ലാസ്റ്റ് ടൈമിന്, അങ്ങനെ വന്നിട്ടാണ്, അപ്പോഴാണ് ഈ സമയം ഇവിടെ കൃത്യമായത്. ളുഹറിന്റെ ടൈം ഇത് മുതൽ ഇതുവരെയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം വന്നിട്ട് പാഠം കൊടുത്തത് എവിടെയാണ്? അതിന്റെ തുടക്കം. 2ാമത്തെ ദിവസം ളുഹറിന്റെ ലാസ്റ്റ് ടൈമിന് വന്നു. അങ്ങനെ ഓരോ ടൈമും ഓരോ നിസ്കാരത്തിന്റെ ടൈമിന് ആ നിലക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ വ്യക്തത പ്രവാചകനക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ തുടക്കം തന്നെയാണ് ളുഹറിനാണ് തുടങ്ങിയത്. പിന്നെ പരിശുദ്ധ ദീനിന്റെ ആ ഒരു തുടക്കം ആ ളുഹർ നിസ്കാരത്തിന്റെ തുടക്കം കൊണ്ടായിരുന്നു എന്നും, മറ്റുള്ള ദീനുകൾ, മറ്റുള്ള ഏതെങ്കിലും മില്ലത്ത് ആരെങ്കിലും പറയുന്നത് അതിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് മില്ലത്ത് പരിശുദ്ധ ദീനാണ്, അതിന്റെ അപ്പുറത്തൊന്നില്ല, ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന ഒരു ഉൾമാനയും അതിന്റെ ഉള്ളിൽ ഉണ്ട്. ആ നിലക്കാണ് ആ ളുഹറിൽ നിന്നിങ്ങനെ തുടങ്ങി വന്നത് എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ആശയത്തിനോട് ചര്യയോടുകൂടി സാമീപ്യമുണ്ടായിട്ടും അതിനോട് അദബ് പുലർത്തിയിട്ടുമാണ് അങ്ങനെ ളുഹറിന്റെ അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. കാരണം നമുക്കറിയാം, അഖിമുസ് സ്വലാത്തി ദുരൂഖി ശംസി എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അതാണ് അതില് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഇന്ന് വരുന്നത് പിന്നെ സ്വലാത്തുൽ വുസ്ത എന്നുണ്ട്. ഹാഫിദു അലസ് സ്വലാത്തി വസ്സലാത്തുൽ വുസ്ത എന്ന് പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തുണ്ട്. ഏതാണ് ഈ സ്വലാത്തുൽ വുസ്ത എന്നതാണ് മനസ്സിലാക്കി തരുന്നത്. സ്വലാത്തുൽ വുസ്ത നമുക്കറിയാം, അഹ്സാബിന്റെ ദിവസം, അതായത് കാന യൗമുൽ അഹ്സാബ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അഹ്സാബ് യുദ്ധം നടക്കുന്ന ആ ദിവസം ഒരു നിസ്കാരത്തിന്റെ ടൈം കുറച്ച് പിന്തിരി വന്നു. അപ്പൊ പ്രവാചകന്റെ വാക്കുണ്ടായത് ഇങ്ങനെയാണ്: മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ കമാ ഹബസൂന വശഗലൂന അനി സ്വലാത്തുൽ വുസ്ത. സ്വലാത്തുൽ വുസ്തയെ തൊട്ട് നമ്മളെ ശൂലാക്കുകയും നമ്മളെ പിന്തിപ്പിക്കുകയും ചെയ്ത ആ സമൂഹത്തിന്റെ വീടുകളെയും ഖബറുകളെയും അള്ളാഹു തീ കൊണ്ട് നിറക്കട്ടെ എന്ന് പ്രവാചകന്റെ ഒരു പ്രാർത്ഥന വന്നു. അപ്പൊ ആ നിസ്കാരം അത് ഏതായിരുന്നു? അതായത് സൂര്യൻ കണ്ട് അസ്തമിക്കുന്നവരെ പിന്തിപ്പിച്ച കാരണം കൊണ്ടാണ് ആ പ്രാർത്ഥന വന്നത്. അത് സ്വലാത്തുൽ അസ്ർ ആയിരുന്നു എന്നാണ്. അത് ബുഖാരി ഷരീഫിലെ ഒരു ഇബാറത്തിൽ പിന്നെ ലഫ്ള് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് അത് വന്നത്. വേറെ അബീ ഹുറൈറ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ ഇങ്ങനെ വന്നു: ലൈസ സ്വലാത്തുൻ അസ്ഖല അലൽ മുനാഫിഖീന, മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികളുടെ മേൽ ഏറ്റവും ഭാരപ്പെട്ട നിസ്കാരം മിനൽ ഫജ്ർ വൽ ഇശ. അതേതാണ്? ഇശാഉ ആണ്, ഫജ്റാണ്. വേറെ ഹദീസ് ഉണ്ട് ഫജ്റാണ് എന്നുള്ളതുണ്ട്. അപ്പോ പിന്നെ സ്വലാത്തുൽ വുസ്ത ഏതാവും? ഇശാഉ ഫജ്റായിട്ട് അങ്ങോട്ടും വരാം. അതും ബുഖാരിയിലുള്ള ഹദീസ് തന്നെയാണ്. അപ്പൊ ചുരുക്കത്തില് ഇങ്ങനെയൊക്കെ ഹദീസുകളിലും മറ്റും വ്യത്യസ്തമായത് വന്നു. എന്നാലും അതിൽ നിന്ന് ഫുഖഹാന്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു ജംഅ വന്നിട്ടുണ്ട്. അതെന്താണ്? ഏതൊരാൾക്ക് ഏത് നിസ്കാരമാണോ അസ്ഖലായിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് സ്വലാത്തുൽ വുസ്ത അതാണ്. ചില ആളുകൾക്ക് ഇപ്പോ പെയിന്റിങ്ങിന്റെ ജോലി മറ്റൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രയാസപ്പെട്ട നിസ്കാരം ഏതായിരിക്കും? ളുഹറായിരിക്കും. കാരണം ആ സമയത്ത് ഇതൊക്കെ വരണ്ടി കളഞ്ഞ് നിസ്കരിക്കാനില്ല. അപ്പോൾ സ്വലാത്തുൽ വുസ്ത അതാണ്.
വേറെ ചില ആളുകൾക്ക് ഡ്യൂട്ടി ടൈമും എപ്പോഴാണ് മഗ്‌രിബിന്റെ സമയത്ത് തുടങ്ങാണ്, അപ്പൊ അവർക്ക് മഗ്‌രിബി ആയിരിക്കും. മൊത്തത്തില് ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ വരുമ്പോൾ ഏറ്റവും പ്രയാസപ്പെട്ട നിസ്കാരാവുന്ന അസറാണ്. ദുഹറിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ അസർ എന്ന് പറയുമ്പോൾ ചെറിയ ഒന്ന് മയക്കം, ആ മയക്കത്തിൽ നിന്ന് എണീക്കുക, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഒരു രീതി വരും. അത് മുനാഫിക്കിന്റെ സ്വഭാവം കൂടിയാണ്. അപ്പോ ആ വിഷയമാണ് നമുക്ക് ഇന്ന് ഇതിൽ പഠിപ്പിക്കുന്നത്. അതാണ് വൽ അസ്റു, അസ്ർ നിസ്കാരമാകുന്നത് ഹിയ സ്വലാത്തുൽ വുസ്ത, അതാണ് സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്നത്. അസഹായ ഖൗല് അതാണ്. കാരണം ഹദീസ് ബി, ഈ അസ്റാണ് സ്വലാത്തുൽ വുസ്ത എന്നതുകൊണ്ട് ഹദീസ് സഹീഹായിട്ടുണ്ട്. ഫഹിയായി സ്വലാത്തുൽ വുസ്ത അഫ്ളലു സ്വലവാത്തി, നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും അത് തന്നെയാണ്. വയലിഹ അസ്സുബ്ഹ്, അതിനോട് അടുത്ത രണ്ടാമത്തെ സ്വലാത്തുൽ വുസ്ത ഏതാണ്? സുബ്ഹയാണ്. തുമ്മൽ ഇശാഉ, പിന്നെ ഇശായാണ്. തുമ്മൽ ളുഹുറു, പിന്നെ ളുഹുറാണ്. തുമ്മൽ മഗ്‌രിബു, പിന്നെ മഗ്‌രിബാണ്. അപ്പോൾ ഓരോന്നിനും സ്വലാത്തുൽ വുസ്ത എന്നുള്ള ടൈറ്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെയാണ്. അപ്പൊ ഈ ഹദീസുകളിൽ നിന്ന് ഈ അടിസ്ഥാനത്തിലാണ് ഹദീസിൽ ഇത് മൂന്നും വന്നത്. ഫജറാണെന്നും വന്നിട്ടുണ്ട്, ഇഷാന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഈ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കമസ്തഹറഹു ശൈഖുനാ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമാക്കി തന്നതുപോലെ അതൊക്കെ മിനൽ അദില്ലത്തിൽ ലക്ഷ്യസഹിതമാണ്, എങ്ങനെയോ സ്വന്തം നിലയ്ക്ക് വിന്യന്തിയായി പറഞ്ഞതൊന്നും അല്ല. വൈന്നമാ ഫളലു ജമാഅത്ത് സുബ്ഹി വൽ ഇശാഇ, ഇശാഇന്റെയും സുബ്ഹിന്റെയും ജമാഅത്തിനെ അവർ ശ്രേഷ്ഠമാക്കി. ലഅന്ന ഫീഹിമ അശഖ്, ഈ ആ രണ്ട് ജമാഅത്ത് കുറച്ച് അശഖാണ്. മഗ്‌രിബിക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങാടിക്ക് കൂടുകയാണ്. അപ്പൊ എല്ലാവരും കൂടി എല്ലാവരും കൂടെ നിറഞ്ഞാണ് വരും പള്ളിക്ക്. ഏത് പള്ളിയിലും മഗ്‌രിബിക്ക് ആള് കൂടുതലാക്കാനും. മഗ്‌രിബി അങ്ങനെ ഒരു സമയമാണ്. ആ മഗ്‌രിബി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് ഖുർആനൊക്കെ പാരായണം ചെയ്ത് സ്വലാത്ത് ചെയ്ത് നിസ്കരിച്ചിട്ട് പോന്നാൽ മതി. പക്ഷെ അതല്ല ചെയ്യാ. ആ മഗ്‌രിബ് കഴിയുന്നതോടെ കൂടെ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ കുറച്ചു നേരം കടയിലും അവിടെയൊക്കെ ഇരുന്ന് പിന്നെ ഇശ ആകുമ്പോഴത്തേന് ആള് കുറഞ്ഞു, ആകെ 10-15 ആളാ. ഇങ്ങനെയാണ് പള്ളിയിൽ എപ്പോഴും ഉണ്ടാകുക. നോക്കോണ്ടു. അതേ സമയത്ത് ആ ഇശക്ക് അങ്ങനെ ബന്ധിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോയി അങ്ങനെ കടന്നുറങ്ങി അങ്ങനെയാണ് പോകും ഒരു മീഡിയം ആളുകളുടെ സ്വഭാവം. എന്നിട്ട് പിന്നെ ഫജറിനെ എണീക്കാനോ ഫജറിന്റെ പള്ളിയിലേക്ക് വരാനോ കഴിയില്ല. അപ്പൊ ഫജറിന്റെ ആ ജമാഅത്ത് നഷ്ടപ്പെടുത്തുകയും ഈ ജമാഅത്ത് നഷ്ടപ്പെടുത്തുക, അതോടുകൂടെ ജീവിതത്തിന്റെ എല്ലാ അന്തസ്സും നഷ്ടപ്പെട്ടാണ് പോവുകയും ചെയ്തത്. ഇന്ന ഖുർആനിൽ ഫജറിക്കാന മഷ്ഹൂദ എന്നാണ്. അതാണ് ആ ഫജ്ർ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രേഡ് കുറച്ച് ഒന്നുമല്ല, പറയാൻ മാത്രമുണ്ട്. അത് നിസ്കരിക്കാതെ കടന്നാൽ അത് മുനാഫിക്കിന്റെ ലക്ഷണവുമാണ്. മാത്രമല്ല വീട്ടിന്റെ സകല ഐശ്വര്യവും റഹ്മത്തും ബർക്കത്തും മുഴുവനും നാശപ്പെട്ട് നഷ്ടത്തിലേക്ക് തന്നെ വീണ്ടും പോവും. അതാണ് ഏത് സുബഹയുടെ നിസ്കാരത്തിന്റെ ജമാഅത്ത് എന്ന്. അപ്പൊ അതിന് ശ്രേഷ്ഠത കൊടുക്കാൻ കാരണം അത് ജനങ്ങൾക്കൊരു ഭാരമായിട്ട് ഒരു കാണുള്ളൂ. യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് അതൊരു ഭാരമൊന്നും അല്ല. അതാണ് പറയണത്. വൈന്നമാ ഫുള്ളിലു, അവര് ശ്രേഷ്ഠമാക്കപ്പെട്ടു. ഫുഖഹാന്റെ ഭാഷയിൽ മുഹദ്ദിസുകളുടെ വാക്കിൽ അവരൊക്കെയും ശ്രേഷ്ഠമാക്കി കാണിച്ചെന്നത് ജമാഅത്ത് സുബ്ഹി വൽ ഇശാഇ. ഫുള്ളിലു ജമാഅത്തു സുബ്ഹി വൽ ഇശാഇന്റെയും സുബ്ഹിന്റെയും ജമാഅത്തിന്. കാരണം അന്നഹ, ആ ജമാഅത്ത് ഫീഹിമ, ഈ ഇശാഇലും സുബ്ഹിലും അശഖു, അവരൊരു കുറച്ച് ഭാരമുള്ളതാണ്. ഖാല റാഫി തങ്ങൾ പറഞ്ഞു, കാനത്ത് സുബ്ഹ് നിസ്കാരം മുമ്പുണ്ട്, ളുഹുറും മുമ്പുണ്ട്, എല്ലാതും ഉണ്ട്. എന്നാ ഈ സുബ്ഹ് ആരുടെ നിസ്കാരമായിരുന്നു? സ്വലാത്തു ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിസ്കാരം സുബ്ഹിയായിരുന്നു. വൽ ളുഹുറു, ളുഹുറാകുന്നത് സ്വലാത്തു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിസ്കാരമായിരുന്നു. വൽ അസ്റു സ്വലാത്തു സുലൈമാൻ നബിയുടെ നിസ്കാരമാണ് അസ്ർ. വൽ മഗ്രിബ് സ്വലാത്തു യാക്കൂബ് നബിയുടെ നിസ്കാരമാണ് മഗ്രിബ്. വൽ ഇശാഉ സ്വലാത്തു യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബിയുടെ നിസ്കാരം ഇശായാണ്. അപ്പോൾ ഓരോ പ്രവാചകന്മാർക്കും ഓരോ നിസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് എന്നർത്ഥം. അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി വഅലം ഇന്ദഹ, ആ പറഞ്ഞ വിഷയം അവിടെ മറ്റമായി. വഅലം അന്ന സ്വലാത്തു തജിബു ബി അവ്വലിൽ വഖ്തി. ഇൻഷാ അല്ലാഹ് ഇന്ന് കുറച്ച് നമ്മൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.